നമസ്കാരം. ഞാൻ ശിവകുമാരൻ തമ്പി. ക്ഷീരവികസന വകുപ്പിൽ നിന്ന് 31 വർഷത്തെ സേവനത്തിന് ശേഷം വിരമിച്ച ഒരു ഡെപ്യൂട്ടി ഡയറക്ടറാണ്. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഡയറി എക്സ്റ്റൻഷൻ ഓഫീസർമാരുടെ അപേക്ഷകൾ ക്ഷണിച്ചിരിക്കുന്ന ഈ അവസരത്തിൽ ഡയറി ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ചും ഡയറി എക്സ്റ്റൻഷൻ ഓഫീസർമാരുടെ അധികാരങ്ങളും ചുമതലകളും കുറിച്ചും ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് ഉചിതമായിരിക്കുമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഈ സംസാരം നടത്തുന്നത്. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ 30/5/26 23 നമ്പർ നോട്ടിഫിക്കേഷൻ പ്രകാരം ഡയറി എക്സ്റ്റൻഷൻ ഓഫീസറുടെ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ്. ഈ അവസരത്തിൽ ഡയറി എക്സ്റ്റൻഷൻ ഓഫീസർ തസ്തികയെക്കുറിച്ച്, ഡയറി ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിനെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയേണ്ടത് ആവശ്യമാണെന്ന് തോന്നുന്നു. കഴിഞ്ഞ പ്രാവശ്യത്തെ ഡയറി എക്സ്റ്റൻഷൻ ഓഫീസറുടെ പരീക്ഷയിൽ 2773 അപേക്ഷകരാണ് ടെസ്റ്റിനുണ്ടായിരുന്നത് എന്ന് നിങ്ങൾക്ക് പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ നോക്കിയാൽ മനസ്സിലാക്കാവുന്നതാണ്. അതായത് ഈ പരീക്ഷയും ഇൻ്റർവ്യൂവും വളരെ ടഫായിട്ടുള്ള ഒരു പരീക്ഷണ ഘട്ടത്തിലൂടെയാണ് സെലക്ഷൻ നിർവഹിക്കുന്നത് എന്നർത്ഥം. 1000-ഓളം ഉദ്യോഗാർത്ഥികൾ എഴുതുന്ന പരീക്ഷയിൽ നിന്ന് വളരെ 100-ൽ താഴെ കുറച്ച് ആളുകൾക്ക് മാത്രമായിരിക്കും ഈ ലിസ്റ്റിൽ വരാനും അതനുസരിച്ച് ഉദ്യോഗം കിട്ടാനുമുള്ള സാധ്യതയുള്ളത്. അതുകൊണ്ട് വളരെ കർശനമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ ആഴമേറിയ ഒരു പരിശീലനം തന്നെ ഈ ടെസ്റ്റ് എഴുതുന്നതിന് ആവശ്യമായിട്ട് വരും. അതിനുള്ള പ്രിപ്പറേഷൻ നടത്തുന്നതിനാണ് ഈ അവസരം നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. ഡയറി ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ചാണെങ്കിൽ വിവിധങ്ങളായിട്ടുള്ള പരിപാടികൾ അല്ലെങ്കിൽ കർമ്മ പദ്ധതികളുള്ള ഒരു വകുപ്പാണ് ഇത്. പ്രധാനമായിട്ട് ഡയറി എക്സ്റ്റൻഷൻ, ഡയറി ടെക്നോളജി, ഡയറി ഹസ്ബൻഡറി, ഡയറി ക്വാളിറ്റി കൺട്രോൾ, അതേപോലെ സഹകരണ നിയമപ്രകാരമുള്ള സ്റ്റാറ്റ്യൂട്ടറി അധികാരങ്ങൾ, ഇവയൊക്കെ നിർവഹിക്കുന്ന ഒരു വകുപ്പാണ് ഡയറി ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അഥവാ ക്ഷീരവികസന വകുപ്പ്. ഡയറി എക്സ്റ്റൻഷൻ ആണെങ്കിൽ നമ്മുടെ ക്ഷീര കർഷകർക്ക് ആവശ്യമായ പരിശീലനം, അത് പലതരത്തിലുള്ള പരിശീലനം നിർവഹിക്കേണ്ട ഒരു ഭാഗമാണ്. ചർച്ചാ ക്ലാസുകൾ, വ്യക്തിപരമായിട്ടുള്ള ആശയവിനിമയം, സെമിനാറുകൾ തുടങ്ങി പലതും, ഡെമോൺസ്ട്രേഷനുകൾ, എക്സിബിഷനുകൾ, അങ്ങനെ പലതും. ആ എക്സ്റ്റൻഷൻ്റെ പ്രോഗ്രാമിലൂടെയാണ് നമ്മൾ ശുദ്ധമായ പാൽ ഉൽപ്പാദനത്തിനെക്കുറിച്ച് അല്ലെങ്കിൽ പാലിൽ സ്വയം പര്യാപ്തത നേടുന്നതിനെക്കുറിച്ച് ഉള്ള പരിശീലനവും അതിനാവശ്യമായ കാര്യങ്ങളും നിർവഹിക്കേണ്ടി വരുന്നു. ഫോഡർ ഡെവലപ്മെൻ്റ് ഒരു പ്രധാനപ്പെട്ട ഐറ്റമാണ്. പച്ച പുല്ല് അല്ലെങ്കിൽ പരുഷാഹാരങ്ങൾ കൊടുത്ത് പശുവിനെ വളർത്തുന്നത് ഇന്ന് കേരളത്തിൽ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ കാലിത്തീറ്റ പുല്ല് കൃഷിക്ക് വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് മാത്രമേ നമുക്ക് ഈ വ്യവസായം അല്ലെങ്കിൽ ഈ കൃഷി നമുക്ക് കേരളത്തിൽ പിടിച്ചു നിർത്താനായിട്ട് കഴിയുകയുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒഴിഞ്ഞുകിടക്കുന്ന സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ സാധ്യമായ എല്ലാ സ്ഥലങ്ങളിലും തന്നെ കാലിത്തീറ്റ പുല്ല് കൃഷി ചെയ്യുന്നതിനുള്ള സംവിധാനം കൃഷിക്കാർ മുഖേന നമുക്ക് ഏർപ്പെടുത്തേണ്ടതായിട്ട് വരും. പാലിൻ്റെ ഗുണനിലവാര പരിശോധനയും പാലിൻ്റെ ഗുണനിലവാര സംരക്ഷണവും തന്നെ നമ്മുടെ ഡയറി ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ നിക്ഷിപ്തമായിട്ടുള്ള ഒരു പരിപാടിയാണ്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കർത്തവ്യം നിർവഹിക്കുന്നത് കട്ടിംഗ് എഡ്ജിലുള്ള ഡയറി എക്സ്റ്റൻഷൻ ഓഫീസർമാരാണ്. നേരിട്ട് കർഷകരുമായിട്ട് അല്ലെങ്കിൽ ക്ഷീര സഹകരണ സംഘങ്ങളുമായിട്ട് സമ്പർക്കത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരാണ് ഇതിന് തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനം കാഴ്ചവെക്കേണ്ടി വരുന്നത്. ക്ഷീരവികസന വകുപ്പിന് സഹകരണ നിയമപ്രകാരമുള്ള അധികാരങ്ങൾ വിനിയോഗിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അധികാരങ്ങൾ മാത്രമല്ല, അതിൽ കൂടെ ചുമതലകളും നിർവഹിക്കേണ്ടതായിട്ടുണ്ട്. 3267 പ്രാഥമിക ക്ഷീര സഹകരണ സംഘങ്ങളും 3 മേഖലാ യൂണിയനുകളും, റീജിയണൽ യൂണിയൻസ്, ഒരു സംസ്ഥാന ഫെഡറേഷനും ക്ഷീരവികസന വകുപ്പിൻ്റെ സഹകരണ നിയമത്തിനകത്ത് സഹകരണ നിയമത്തിലുള്ള കൺട്രോളിൽ ഉൾപ്പെടുന്നവയാണ്. അവയുടെ ഭരണ നിയന്ത്രണം വഹിക്കുന്നത് ക്ഷീരവികസന വകുപ്പാണ്. എലക്ഷൻ,
അതേപോലെ കണക്കുകളുടെ പരിശോധന, സമയാസമയത്ത് കൃത്യമായിട്ട് രജിസ്റ്ററുകൾ എഴുതുന്നു, പൊതുയോഗങ്ങളും ഭരണസമിതി യോഗങ്ങളും ചേരുന്നു എന്ന കാര്യങ്ങളൊക്കെ ഉറപ്പുവരുത്തൽ, ഇതെല്ലാം ക്ഷീരവികസന വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരുടെ ചുമതലയാണ്. 3 റീജിയണൽ യൂണിയനുകളും സംസ്ഥാന ഫെഡറേഷനും മിൽമ എന്ന വ്യാപാര നാമത്തിലാണ് അവരുടെ പാലും പാലുൽപ്പന്നങ്ങളും മറ്റു ഉൽപ്പന്നങ്ങളും ചെലവഴിക്കുന്നത്. ഇവയെല്ലാം തന്നെ പ്രാഥമിക സഹകരണ സംഘങ്ങൾ ഉൾപ്പെടെയുള്ളവയെല്ലാം തന്നെ ഭരണ നിയന്ത്രണം നിർവഹിക്കുന്നത് ക്ഷീരവികസന വകുപ്പാണ്. ആയിരത്തി 1962 ക്ഷീരവികസന വകുപ്പ് ആരംഭിക്കുന്നത്. ശ്രീ ബാലകൃഷ്ണൻ സാറായിരുന്നു ആദ്യത്തെ ഡയറക്ടർ. നമ്മുടെ ഡയറക്ടറേറ്റ് തിരുവനന്തപുരത്ത് പട്ടത്താണ് ഉള്ളത്. മറ്റ് ജില്ലാ ഓഫീസുകൾ എല്ലാ ജില്ലകളിലും ജില്ലാ ആസ്ഥാനത്തിനോടനുബന്ധിച്ചാണ് പ്രവർത്തിക്കുന്നത്. ക്ഷീരവികസന വകുപ്പ് ഡയറക്ടറാണ് സഹകരണ സംഘങ്ങളെ സംബന്ധിച്ച് രജിസ്ട്രാറായിട്ട് പ്രവർത്തിക്കുന്നത്. ഓരോ ജില്ലയിലെയും രജിസ്ട്രാറുടെ അധികാരങ്ങൾ അതാത് ജില്ലയിലെ ഡെപ്യൂട്ടി ഡയറക്ടർമാർക്കാണ് നൽകിയിട്ടുള്ളത്. ഡയറി എക്സ്റ്റൻഷൻ ഓഫീസർക്കും കേരള സഹകരണ നിയമപ്രകാരം ചില അധികാരങ്ങൾ സർക്കാർ വിജ്ഞാപനത്തിലൂടെ തന്നെ നൽകിയിട്ടുള്ളതാണ്. ക്ഷീരപഥം എന്നൊരു പ്രസിദ്ധീകരണം ക്ഷീരവികസന വകുപ്പിൻ്റേതായിട്ട് തന്നെ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. കൂടാതെ കേരള കർഷകൻ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ പ്രസിദ്ധീകരിക്കുന്ന കേരള കർഷകൻ, മറ്റ് പ്രൈവറ്റായിട്ടുള്ള പ്രസിദ്ധീകരണങ്ങൾ പലതും, കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട പ്രസിദ്ധീകരണങ്ങൾ പലതും, ഇതിലൊക്കെ തന്നെ നമ്മുടെ ഉദ്യോഗസ്ഥന്മാരുടെ ലേഖനങ്ങളും അവരുടെ അനുഭവ കുറിപ്പുകളുമൊക്കെ പ്രസിദ്ധീകരിക്കാറുണ്ട്. സമേതി, ആത്മ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തുടങ്ങി പലതിലും ഡെപ്യൂട്ടേഷനിൽ ക്ഷീരവികസന വകുപ്പ് ഉദ്യോഗസ്ഥന്മാർ പ്രവർത്തിച്ചു വരുന്നുണ്ട്. ഇങ്ങനെ ബഹുമുഖമായ പരിപാടികളും പദ്ധതികളും ഉള്ള ഒരു വകുപ്പാണിത്. ഇതുകൂടാതെ സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതി വിഹിതം ഉപയോഗിച്ചുള്ള പരിപാടികൾ, അതേപോലെ തന്നെ ത്രിതല പഞ്ചായത്തുകളുടെയും കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റികളുടെയും ഒക്കെ പദ്ധതിയിലുള്ള ക്ഷീരവുമായി ബന്ധപ്പെട്ട പരിപാടികളൊക്കെ നടപ്പാക്കേണ്ടതും ക്ഷീരവികസന വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരുടെ ജോലിയാണ്. പദ്ധതികളുടെ പ്ലാനിങ്, അങ്ങനെയുള്ള കാര്യങ്ങളിലും ധാരാളമായ പ്രവർത്തനങ്ങൾ നമുക്ക് നടത്തേണ്ടതായിട്ടുണ്ട്. വിവര സംഭരണത്തിൽ ക്ഷീര സഹകരണ സംഘങ്ങളിൽ നിന്നുള്ള വിവരങ്ങൾ ശേഖരിക്കുക, അത് ആവശ്യത്തിന് സ്റ്റാറ്റിസ്റ്റിക്കലായിട്ടുള്ള ഡേറ്റയായിട്ട് തന്നെ വരാൻ പോകുന്ന പ്ലാനിങ്ങിലും മറ്റു കാര്യങ്ങളിലുമൊക്കെ ഉപയോഗിക്കുകയും ഒക്കെ ചെയ്യേണ്ടതും നമ്മുടെ ഉദ്യോഗസ്ഥന്മാരുടെ ചുമതലയാണ്. ചുരുക്കത്തിൽ ഒരു സിനിമയിലെ അഭിനയം പോലെ യാതൊരു തിരക്കഥയും സംവിധാനവും ഇല്ലാതെ പല ഭാഗങ്ങളിലും അഭിനയിക്കേണ്ട അല്ലെങ്കിൽ പല ഭാഗങ്ങളിലും പ്രവർത്തിക്കേണ്ട ഒരു ചുമതലയാണ് ഡയറി എക്സ്റ്റൻഷൻ ഓഫീസർക്ക് ഉള്ളത്. ആ ചുമതലകൾ നിർവഹിക്കുന്നതിനുള്ള അധികാരവും ക്ഷീരവികസന വകുപ്പിൻ്റെ ഇതിൽ നിന്ന് ഉദ്യോഗസ്ഥന്മാർക്ക് ലഭ്യമാണ്. അപ്പോൾ ഇതെല്ലാം ഓർമ്മിച്ചുകൊണ്ട് വളരെ ബൃഹത്തായ ഒരു പരിശീലനം ലഭിച്ചെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ പരിശീലനത്തിൽ പങ്കെടുത്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ പരീക്ഷയിൽ മുൻപന്തിയിലേക്ക് വരാനും അങ്ങനെ ലിസ്റ്റിൽ ഇടം നേടാനായിട്ട് കഴിയുകയുള്ളൂ. മുൻകാലത്തെ PSC ടെസ്റ്റുകൾ പരിശോധിക്കുമ്പോൾ അത് ഒബ്ജക്റ്റീവ് മൾട്ടിപ്പിൾ ചോയ്സ് ഉള്ള ചോദ്യങ്ങളാണ് എന്ന് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. 100 മാർക്കിനുള്ള ചോദ്യം 90 മിനിറ്റാണ് സമയം നൽകിയിരുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു ചോദ്യത്തിന് ഉത്തരം എഴുതാനായിട്ട് 1 മിനിറ്റ് തന്നെ ലഭ്യമല്ലാത്ത രീതിയിൽ സ്പീഡായിട്ട് ഉത്തരങ്ങൾ എഴുതേണ്ടി വരും. ഈ ടെസ്റ്റിനകത്ത് മുൻപേ റാങ്ക് വരുന്നവർക്ക് ഇൻ്റർവ്യൂ അനുസരിച്ചിട്ടായിരിക്കും ഫൈനൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത്. കഴിവും സീനിയോറിറ്റിയും അനുസരിച്ചിട്ട് ഡയറക്ടർ ആകുന്നതിന് വരെയുള്ള സാധ്യത ഡയറി എക്സ്റ്റൻഷൻ ഓഫീസർമാർക്കും. ക്ഷീരവികസന വകുപ്പ് ഒരു സാങ്കേതിക വകുപ്പാണ് എന്നുള്ളത് കൊണ്ട് തന്നെ സാങ്കേതിക പരിജ്ഞാനമുള്ളവരാണ് ഈ തസ്തികകളിലെല്ലാം തന്നെ ഉള്ളത്. ഡയറി എക്സ്റ്റൻഷൻ ഓഫീസറുടെ സ്കെയില് പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ നോട്ടിഫിക്കേഷനിൽ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. 55,200 മുതൽ 1,15,300 വരെയുള്ള സ്കെയിലാണ്. എന്ന് പറഞ്ഞാൽ ആദ്യം സ്റ്റാർട്ടിങ്ങിൽ തന്നെ 65,000 രൂപയിൽ കൂടുതൽ ശമ്പളം ലഭിക്കുന്ന തസ്തികയാണ് ഡയറി എക്സ്റ്റൻഷൻ ഓഫീസറുടെ തസ്തിക. ക്ഷീരവികസന വകുപ്പിൽ 196 ഡയറി എക്സ്റ്റൻഷൻ ഓഫീസറുടെ പോസ്റ്റും 34
അസിസ്റ്റൻ്റ് ഡയറക്ടർമാരുടെ പോസ്റ്റും 25 ഡെപ്യൂട്ടി ഡയറക്ടർമാരുടെ പോസ്റ്റും 4 ജോയിൻ്റ് ഡയറക്ടർ പോസ്റ്റും 1 ഡയറക്ടറുടെ പോസ്റ്റുമാണുള്ളത്. ഇന്ത്യയിൽ ആദ്യമായി, ഒരുപക്ഷെ ലോകത്തിൽ തന്നെ ആദ്യമായിട്ട് ക്ഷീര കർഷകർക്ക് ഒരു ക്ഷേമനിധി നടപ്പാക്കുന്നത് ക്ഷീരവികസന വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ മുഖേനയാണ്. ക്ഷീര കർഷകരിൽ നിന്ന് അംശാദായം പിരിക്കുകയും അവർക്ക് 60 വയസ്സ് കഴിയുന്ന ക്ഷീര കർഷകർക്ക് പെൻഷനും മറ്റ് പല ആനുകൂല്യങ്ങളും നൽകുന്ന ഒരു പരിപാടിയാണ് ക്ഷീര കർഷക ക്ഷേമനിധി. ഈ ക്ഷേമനിധിയിലും നമ്മുടെ ഉദ്യോഗസ്ഥന്മാർ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അതേപോലെ സംസ്ഥാന തലത്തിൽ മാത്രമല്ല, അഖിലേന്ത്യാ തലത്തിലുള്ള സെമിനാറുകൾ, ഇന്ത്യൻ ഡയറി കോൺഫറൻസ് ഉൾപ്പെടെയുള്ള പല അഖിലേന്ത്യാ സെമിനാറുകൾ, എക്സിബിഷനുകളിലൊക്കെ തന്നെ പങ്കെടുക്കാനും അതിനകത്ത് കാര്യങ്ങൾ അവതരിപ്പിക്കാനുമുള്ള അവസരവും ക്ഷീരവികസന വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർക്ക് ലഭ്യമാണ്. ഡയറി എക്സ്റ്റൻഷൻ ഓഫീസർമാരുടെ ചുമതലകളെപ്പറ്റിയും അധികാരങ്ങളെപ്പറ്റിയും ഡയറി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കാര്യങ്ങളെക്കുറിച്ചും വളരെ ഒരു ചെറിയ വിവരണമാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് PSCയുടെയും ഡയറി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഒക്കെ വെബ്സൈറ്റുകളിൽ നിന്ന് ലഭ്യമാകും. ഈ പരീക്ഷ നിങ്ങളെല്ലാവരും നല്ല വിജയകരമായി പൂർത്തിയാക്കട്ടെ എന്നും റാങ്ക് ലിസ്റ്റിൻ്റെ ഏറ്റവും മേൽത്തട്ടിൽ തന്നെ വരട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്ക് നമസ്കാരം.